തൃശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വിവാദത്തിലായിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ പൂരത്തിന്റെ അവലോകന യോഗത്തിലാണ് മന്ത്രി വി എൻ വാസവൻ ഈ നിലപാട് വ്യക്തമാക്കിയത്. പൂരത്തിന്റെ ഓരോ ചടങ്ങുകളിലും മതപരമായ ചിഹ്നങ്ങൾ ഉണ്ടെന്ന് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വികലേഖകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കുക. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് തൊട്ടുപിന്നാലെ മന്ത്രി കെ രാജനും വി എൻ വാസവനെ പിന്തുണച്ചു. പൂരങ്ങളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ മതനിരപേക്ഷമാണ് മലയാളിയുടെ മനസ്സ്. അത് ഏതെങ്കിലും വിധത്തിൽ കൃത്യമായാണ് മന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും വിധത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലുള്ള തിരിഞ്ഞിട്ടുള്ള ഒരു വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത്. ഇതോടെ പൂരത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന മന്ത്രിമാരുടെ നിർദ്ദേശമായി പ്രധാന ചർച്ച. പ്രസ്താവന പിൻവലിക്കണമെന്നും തൃശൂരിലെ സാഹചര്യം ദേവസ്വം മന്ത്രി മനസ്സിലാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. പൂരത്തിൻ്റെ പാരമ്പര്യം, സംസ്കാരം ഇതൊക്കെ മന്ത്രി വാസവൻ ദേവസ്വം മന്ത്രി ആണെങ്കിൽ അറിയേണ്ടതാണ്. ഇതൊന്നും അറിയാത്ത ആളാണ് ദേവസ്വം മന്ത്രിയെങ്കിൽ മന്ത്രിസ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. എന്നാൽ മന്ത്രി വി എൻ വാസവന്റെ നിലപാടിനോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എതിരഭിപ്രായമില്ല. ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആരും ഇത് കാണാൻ പാടില്ല, ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമല്ല. സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, അത് കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ ഏതെല്ലാം രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമെന്നതനുസരിച്ചാകും സാഹചര്യങ്ങൾ മാറുക. കർശനമായി തീരുമാനം നടപ്പിലാക്കിയാൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.